സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. ആരാധനാലയ നിയമം റദ്ദാക്കണമെന്ന ആവശ്യത്തെ എതിർത്ത് CPM സുപ്രീം കോടതിയിൽ. CPM പോളിറ്റ് ബ്യൂറോ അംഗം കോർഡിനേറ്ററുമായ പ്രകാശ് കാരാട്ടെ കക്ഷി ചേരാൻ അപേക്ഷ നൽകി. ഇന്ത്യയുടെ മതേതരത്തെ സംരക്ഷിക്കുന്നതാണ് ആരാധനാലയ സംരക്ഷണ നിയമമെന്ന് കക്ഷിചേരൽ അപേക്ഷയിൽ CPM ചൂണ്ടിക്കാട്ടി. ഹർജികളെ എതിർത്ത് മസ്ജിദ് കമ്മിറ്റി ഉൾപ്പെടെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. 1991 ആരാധനാലയ നിയമത്തിന് എതിരായ ഹർജികൾ പരിഗണിക്കാൻ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പ്രത്യേക ബെഞ്ചിന് രൂപം നൽകിയിരുന്നു. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. ജഡ്ജിമാരായ സഞ്ജയ് കുമാർ, KV വിശ്വനാഥ് എന്നിവരാണ് ബെഞ്ചിലെ മറ്റ് അംഗങ്ങൾ. ഡിസംബർ 12 വൈകിട്ട് 3:30 ഹർജികൾ പ്രത്യേക ബെഞ്ച് പരിഗണിക്കും. 2020 ഇത് സംബന്ധിച്ച് ആദ്യ ഹർജി BJP നേതാവും അഭിഭാഷകനുമായ അശ്വനി കുമാർ ഉപാധ്യായ നൽകിയത്. 2021 ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ഇതിനെ തുടർന്നാണ് കേസിൽ കക്ഷി ചേരാൻ കൂടുതൽ ഹർജികൾ എത്തിയത്.